കണ്ട് കൊതി തീർന്നില്ല. ശരിക്കും പറഞ്ഞാൽ മിയക്കുട്ടിയെ ജീവിതത്തിലേക്ക് തിരികെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇന്ന് കേരളക്കര അല്ലാതെ തന്നെ ലോകത്തിൽ പലയിടത്തു നിന്നും മിയക്കുട്ടിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും അതുപോലെ തന്നെ മിയക്കുട്ടിയെ സഹായിക്കാൻ പറ്റുന്ന ചെറുതും വലുതുമായ തുകകൾ എത്തുകയാണ്. 6 മാസം പ്രായമുള്ള കുഞ്ഞു മകളുടെ ജീവന് വേണ്ടി സുമനസ്സുകൾ സഹായം തേടുകയാണ് എന്ന് മാതാപിതാക്കൾ മൂവാറ്റുപുഴ ആയവന സ്വദേശിയായ ജിനുവിൻ്റെയും ഇരിങ്ങാലക്കുട ആളൂർ സ്വദേശിയായ നിമ്മിയുടെ മകളായ മിയ മരിയയുടെ ചിത്രങ്ങൾ പടർത്തിക്കൊണ്ട് എല്ലാവരും ഇപ്പോൾ ചോദിക്കുകയാണ്. നാളെ ഈ അവസ്ഥ ആർക്ക് വേണമെങ്കിലും വരാം. അതുകൊണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ ആ കുഞ്ഞിനെ സഹായിക്കാമല്ലോ, ആ കുടുംബത്തിനോടൊപ്പം നിൽക്കാമല്ലോ. അതാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എല്ലാവരും അതിനെക്കുറിച്ച് അങ്ങനെ തന്നെയാണ് സംസാരിക്കുകയും ചെയ്യുന്നത്. 1 മാസം മുൻപാണ് പേശികളെ ബാധിക്കുന്ന ഗുരുതര ജനിതക രോഗമായ സ്പൈനൽ മസ്കുലർ അട്രോഫി ടൈപ്പ് 1 സ്ഥിരീകരിക്കുന്നത്. കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലുള്ള മിയയുടെ ജീവൻ രക്ഷാ മരുന്നിന് 16 കോടി രൂപ വേണ്ടിവരും. സാധാരണക്കാർക്ക് അപ്രാപ്യമായി തുക കണ്ടെത്താൻ സഹായം തേടുകയാണ് ഇപ്പോൾ ഈ കുടുംബം. ശരിക്കും പറഞ്ഞാൽ അവളുടെ മുഖം കണ്ടാൽ ആർക്കും കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല. കയ്യിലില്ലെങ്കിൽ പോലും അത് കൊടുത്തു പോകുന്ന രീതിയിലേക്ക് തന്നെയാണ് അത് എത്തുന്നതെന്ന് കൂടി നമുക്ക് പറയാം. പഞ്ചായത്ത് ജനപ്രതിനിധികൾ ചേർന്ന് ചികിത്സ സഹായം നിധി രൂപീകരിച്ച് പണം കണ്ടെത്താനുള്ള പരിശ്രമത്തിലാണ്. മിയയുടെ അമ്മ നിമ്മി, ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോസ്ലി ഫ്രാൻസിസ്, വാർഡ് മെമ്പർ PK ജോസ് എന്നിവരുടെ പേരിലാണ് സഹായത്തിനായുള്ള അക്കൗണ്ട് തുടങ്ങിയിരിക്കുന്നത്. കുരുന്നു ജീവൻ രക്ഷിക്കാനുള്ള സുമനസ്സുകൾക്കൊപ്പമുണ്ടെന്നുള്ള പ്രതീക്ഷയിലാണ് ആ കുടുംബം ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടാൽ എങ്ങനെയാണ് മറക്കാനാവുക? എല്ലാവരുടെയും ഊണിലും ഉറക്കത്തിലും പോലും ആ കുഞ്ഞിൻ്റെ മുഖമുണ്ടെന്ന് തന്നെ പറയണം. 6 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞ് ജീവൻ നിലനിർത്താൻ സുമനസ്സുകളുടെ സഹായം തേടുന്നത് 16 കോടിയോളം രൂപയാണ് വേണ്ടത്. ചില്ലറ തുകയല്ല. 14 ലക്ഷമായിരുന്നുവെങ്കിലും സാരമില്ലായിരുന്നു. 16 കോടി രൂപ ചിലവഴിച്ച് മാത്രമേ ആ കുഞ്ഞിനെ നമുക്ക് ജീവനിലൂടെ തിരിച്ചെടുക്കാൻ സാധിക്കൂ. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലും പ്രയത്നത്തിലുമാണ് എല്ലാവരും. സോഷ്യൽ മീഡിയയിൽ 2-3 ദിവസമായി തന്നെ എല്ലാവരും മിയക്കുട്ടിയെക്കുറിച്ച് കാണുന്നുണ്ട്, മിയക്കുട്ടിയുടെ വാർത്തകൾ അറിയുന്നുണ്ട്. എല്ലാവരും മിയക്കുട്ടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനകൾ മാത്രം പോരാ, അത് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ പണം അത്യാവശ്യമാണ്. അതും ഇത്രയും വലിയൊരു തുക. ചെറുതും വലുതുമായ തുക നിങ്ങൾക്ക് ഒരുപാട് സംഘടിക്കാൻ പറ്റും. 25 രൂപയാണെങ്കിലും 5 രൂപയാണെങ്കിലും അത് ഒരുപാട് ചേരുമ്പോഴാണ് വലിയൊരു തുകയാകുന്നത്. അതുകൊണ്ട് തന്നെ കയ്യിൽ പറ്റുന്ന തുക എത്രയാണോ അത് മിയക്കുട്ടിക്ക് കൊടുത്ത് സഹായിക്കാൻ തന്നെ എല്ലാവരും ഇപ്പോൾ അഭ്യർത്ഥിച്ചുകൊണ്ട് രംഗത്തെത്തുകയാണ് എന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും.